ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന വനില ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചൂടാവാൻ വെക്കണം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ പഞ്ചസാര നല്ലതുപോലെ തന്നെ പാലിലേക്ക് മെൽട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പാല് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് പാല് ചെറുതായിട്ടൊന്നൊരു കുറുകിയൊക്കെ വന്നിട്ടുണ്ടാകും. ഇത് ഈ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ടാകും. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. നല്ല കട്ടിയിൽ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ രൂപത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലും ആക്കിയെടുത്താൽ മതി കേട്ടോ. ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നല്ല സ്റ്റിഫാക്കി എടുക്കരുത്. അങ്ങനെ സ്റ്റിഫാക്കി എടുത്താൽ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. കഴിക്കാനും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് സ്റ്റിഫാകുന്നതിന് മുമ്പുള്ള ഒരു ചെറുതായിട്ടൊരു ലൂസ് കൺസിസ്റ്റൻസി ആയാൽ മതി. ഇതുപോലെ ആയിരിക്കണം കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച പാല് മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിലാട്ടോ വെച്ച് കൊടുക്കേണ്ടത്. മിനിമം ഒരു 6 ഹവറെങ്കിലും വെച്ച് കൊടുക്കണം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങൾ എന്തായാലും ഐസ്ക്രീം ഉണ്ടാക്കി നോക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഇതിപ്പോൾ ഇവിടെ ഒരു 6 ഹവറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം. എൻ്റെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന ആ ഒരു സംഭവമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ സ്കൂപ്പ് ചെയ്തിട്ടെടുക്കുന്നത്. ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ സ്കൂപ്പ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നാലും സ്പൂൺ വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റായിട്ടാണ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതെന്ന്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചർ തന്നെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.